എവരിബഡി വെൽക്കം ബാക്ക് ടു ചാനൽ ഫ്രണ്ട്സ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ, കൂടെ മെജും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആണ്. ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു ആനിമേറ്റഡ് സീരീസിനെ പറ്റിയിട്ടാണ്. ക്രീച്ചർ കമാൻഡോസ് DC-യുടെ ഒരു പ്രൊജക്റ്റ് ആണ്. സോ ഇതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുറേ നല്ല കണ്ടന്റ്സ് ഇനിയും വരുന്നതായിരിക്കും ഈ ചാനലിൽ. അപ്പോൾ ക്രീച്ചർ കമാൻഡോസ് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്ത ഒരു സീരീസ് ആയിരുന്നു. എല്ലാ ആഴ്ചയും ഒരു എപ്പിസോഡായിട്ടായിരുന്നു വരുന്നുണ്ടായിരുന്നത്. സോ ഇത് നമ്മുടെ ജെയിംസ് ഗണ്ണിന്റെ പുതിയ DCUവിന്റെ അണ്ടറിൽ വരുന്ന ആദ്യത്തെ പ്രൊജക്റ്റ് ആണ്. ഗോഡ്സ് ആൻഡ് മോൺസ്റ്റേഴ്സ് എന്ന സാഗയിലത്തെ ആദ്യത്തെ സീരീസ് ആണ് ഇത്. ആൻഡ് ഈ ഒരു സീരീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അഡൾട്ട് ആനിമേറ്റഡ് സീരീസ് ആണ്. കിടിലനായിട്ടുള്ള ഒരു എൻട്രി തന്നെയാണ് ഇപ്പോൾ DCക്ക് തിരിച്ചുവരവിൽ തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ക്രീച്ചർ കമാൻഡോസ് ഇതൊരു ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് മോൺസ്റ്റേഴ്സ് ആണ്. അമാൻഡ വാളർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഇവരെ അസൈൻ ചെയ്യുകയാണ് ഓരോ ടാസ്കുകൾ. പുള്ളിക്കാരിയുടെ ഓരോ വൃത്തികെട്ട ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഇതിനു മുമ്പ് സൂസൈഡ് സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അതേ ആൾ തന്നെയാണ് അമാൻഡ വാളർ. സോ അതിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു ഇതന്നെ, പക്ഷേ മോൺസ്റ്റേഴ്സ് ആണ് ഈ ഒരു ടീം അപ്പിൽ. ഈ ഒരു ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ബ്രൈഡ് ഓഫ് ഫ്രാങ്കൻസ്റ്റൈൻ ഉണ്ട്, പിന്നെ നീന മസൂർസ്കി, വീസൽ, BI റോബോട്ട്, ഡോക്ടർ ഫോസ്ഫറസ്. ഈ മോൺസ്റ്റേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണിത്. ഇവരെ ലീഡ് ചെയ്യുന്നത് റിക് ഫ്ലാഗ് സീനിയർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ക്യാരക്ടറാണ്. ജെയിംസ് ഗൺ എഴുതിയിട്ടുള്ള ഈ ഒരു സീരീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിലുള്ള കഥാപാത്രങ്ങൾ ഇവരെല്ലാവരും ഒരു മനുഷ്യത്വം നിറഞ്ഞിട്ടുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇതിലുള്ള ഓരോ ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവര് ഇങ്ങനെ ആയി മാറിയിരിക്കുന്നത് ഇവരുടെ ഓരോ സാഹചര്യങ്ങളും ഇവർക്ക് ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളുമാണ്. അതുപോലെ തന്നെ അവർക്കൊരു കൺട്രോളും ഇല്ലാണ്ടാവുകയാണ്. അങ്ങനെയാണ് ഇവര് മോൺസ്റ്റേഴ്സ് ആയി മാറുന്നതും ജയിലിൽ വന്ന് പെടുന്നതും. കുറെ ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് ഭയങ്കര സിമ്പതി തോന്നിപ്പോവും. കാരണം ഇവര് ആ ഒരു ജയിലിൽ വന്ന് കിടക്കണ്ടായിരുന്നു എന്ന് തന്നെ തോന്നിപ്പോവും. കാരണം അവരുടെ അവസ്ഥകളാണ് അങ്ങനെ ആക്കിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഇതിലത്തെ വയലൻസ് ആണ്. അതായത് ഇതൊരു അഡൾട്ട് ആനിമേറ്റഡ് ഷോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻവിൻസിബിൾ പോലെ തന്നെ ഭയങ്കര വയലൻസ് തന്നെയാണ്. അതായത് ആൾക്കാരെ കൊല്ലുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഹൈ ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു ബോഡി പാർട്സ് പോണതാണെങ്കിലും നല്ല ഭയങ്കര വയലൻസ് തന്നെയാണ് ഈ ഒരു സീരീസിൽ കാണിച്ചിട്ടുള്ളത്. കാരണം ഇതിൽ ഒരു ക്യാരക്ടർ തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ഡോക്ടർ ഫോസ്ഫറസ്. ഇദ്ദേഹം ഒരു നടക്കുന്ന, സംസാരിക്കുന്ന ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അടുത്ത് വരുന്ന എല്ലാവരും എന്താ പറയാ, അത്രയും ഡാമേജ്ഡ് ആവുകയാണ് ഉണ്ടാവുക ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്. ഇതിന്റെ ഒരു പ്ലോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അമാൻഡ വാളർ ഈ ഒരു കമാൻഡോസിനെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യത്തിലേക്ക് അയക്കുന്നതാണ് അവിടുത്തെ രാജ്ഞീനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സേഴ്സി എന്ന് പറഞ്ഞ ഒരു വില്ലനിൽ നിന്ന്. പിന്നെ ഇതിൽ പറയാനുള്ളത് ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ആണ്. ഇവര് നല്ല രസമാണ്. ഈ ക്യാരക്ടേഴ്സ് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള നിമിഷങ്ങളും അതുപോലെ തന്നെ നമുക്ക് വിഷമമാവുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. കാരണം ഇവരെ ശരിക്കും മോൺസ്റ്റേഴ്സ് അല്ല നമ്മൾ കാണുമ്പോൾ. ഇവരുടെ പുറം ലോകമാണ് ഇവരെ ഇങ്ങനെ പിക്ചറൈസ് ചെയ്യുന്നത്. ഇവരെ അങ്ങനെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിലുള്ള വേറൊരു ക്യാരക്ടർ പറയാനുള്ളത് ഫ്രാങ്കൻസ്റ്റൈൻ ആണ്. അതും ഒരു നല്ലൊരു ക്യാരക്ടറാണ്. അതിന് വോയിസ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ MCUലത്തെ റെഡ് ഗാർഡിയനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഡേവിഡ് ഹാർബർ ആണ് ഈ ഒരു ക്യാരക്ടറിന് വോയിസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാരക്ടേഴ്സിനെ നമ്മൾ ആനിമേറ്റഡിൽ കണ്ട ക്യാരക്ടേഴ്സിനെ ലൈവ് ആക്ഷനിലും ക്രോസ് ഓവർ ആയിട്ട് നമുക്ക് ഫ്യൂച്ചർ പ്രൊജക്ട്സിൽ കാണാൻ പറ്റും. അതിലൊരു എക്സാമ്പിൾ പറയാനുള്ളത് റിക് ഫ്ലാഗ് സീനിയറിന്റെ ക്യാരക്ടറാണ്. ഫ്രാങ്ക് ഗ്രില്ലോ എന്ന ആക്ടറാണ് ഇതിന് വോയിസ് കൊടുത്തിരിക്കുന്നത് ഈ ക്യാരക്ടറിന്. അപ്പോൾ ഈ ക്യാരക്ടർ നമ്മുടെ വരാനിരിക്കുന്ന സൂപ്പർമാൻ പടത്തിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈവ് ആക്ഷനിലും ഇതിലുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതും ഒരു എക്സൈറ്റ്മെന്റ് തന്നെയാണ്. കാരണം ഡോക്ടർ ഫോസ്ഫറസ് ആണെങ്കിലും ഈ ബ്രൈഡ് ഓഫ് ഫ്രാങ്കൻസ്റ്റൈൻ ഇവരൊക്കെ എങ്ങനെയായിരിക്കും എന്ന് ലൈവ് ആക്ഷനിൽ കാണാം. വീസലിനെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് സൂസൈഡ് സ്ക്വാഡിൽ. സോ മറ്റു ക്യാരക്ടേഴ്സിനെ കാണാനായിട്ട് നല്ലൊരു എക്സൈറ്റ്മെന്റ് ആണ്. ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു നല്ല സീരീസ് തന്നെ. DCUവിന് ഒരു നല്ല തുടക്കം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ബ്ലഡി ഫൺ ആയിട്ടുള്ള സീരീസ് തന്നെ. നമ്മുടെ ഒരു ഫ്രണ്ട്സി പോളിന്റെ റേറ്റിംഗ് പറയുകയാണെങ്കിൽ ഔട്ട് ഓഫ് 5 4 ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇറ്റ് വാസ് ഫൺ വാച്ചിങ് ഇറ്റ്. എന്തായാലും കൂടുതൽ സീസൺസ് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിൽ ആവശ്യമുണ്ട്. സോ ഇനി പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.